പുതിയ അംഗങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ അംഗങ്ങൾക്കും ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള തരത്തിലാണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും പൊതുപ്രവർത്തകരാണ്. പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ സ്വാഭാവികമായും ജനങ്ങളുടെ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാനും അവരുടെ ആവശ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനും ഒക്കെയുള്ള കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ഇവിടെ ഉള്ള 140 നിയമസഭാ അംഗങ്ങളും. നിയമസഭാ നടപടികളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത്, ഏത് രീതിയിലാണ് കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചടക്കം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് നടത്തി വരുന്ന ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എല്ലാ അംഗങ്ങളും ശ്രദ്ധയോടുകൂടി പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നിയമസഭാ സാമാജികരിൽ 71 ആളുകൾ പുതിയ ആളുകളാണ്. ബാക്കിയുള്ള അവരുടെ ചേട്ടന്മാർ നിരവധി വർഷത്തെ സർവീസുള്ള ആളുകളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകോപനം നമുക്കുണ്ടാവണം. ഒരു മികച്ച പാർലമെൻറ്റേറിയൻ ആകണം എന്ന് നിങ്ങളിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. യഥാർത്ഥത്തിൽ നമ്മളുടെ റൂളും ചട്ടങ്ങളും അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം വരുന്നത് ശക്തരാൻ കൗളിനകത്താണ്. നിയമസഭയ്ക്ക് 138 വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. നമുക്കുള്ള പ്രശ്നം ജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾ പാർലമെൻ്ററി കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കൂട്ടിയിണക്കാൻ പറ്റും എന്നുള്ളതാണ്. ജനകീയ പ്രശ്നങ്ങൾ നമുക്ക് ജനപ്രതിനിധി സഭയിലെ പറയാൻ പറ്റും. അത് ശക്തമായും വ്യക്തമായും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇതിൻ്റെ മുമ്പിൽ എത്തിച്ചാലുള്ള ഗുണം സ്വാഭാവികമായും നമ്മൾക്കും സ്വയം ശക്തി പ്രാപിക്കാൻ കഴിയും. നമ്മളെ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊരു വിശ്വാസ്യത വളർത്തിയെടുത്തുകൊണ്ടുവരാനും കഴിയും. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഞാൻ പുതിയതായി വന്ന അംഗങ്ങളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. നിങ്ങളുടെ പൊതുജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നിയോഗമായി, ഒരു അസൈൻമെൻ്റായി നിങ്ങളിതിനെ കാണണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നിയമസഭാ പ്രവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായുള്ള ഒരവകാശം കൂടിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 208 അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭാ നടപടിക്രമങ്ങളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഭരണഘടന തന്നെയാണ്. ഏറ്റവും പ്രധാനം എപ്പോഴും സഭയിലെ ചർച്ച വിഷയാധിഷ്ഠിതമാണ്. അതുമായി ബന്ധപ്പെട്ട് വിശദമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ആവശ്യമായത്ര ഗൃഹപാഠം നല്ല നിലക്ക് നടത്താൻ കഴിയണം.